ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ലോഡഡ് ഫ്രൈസും പിന്നെ തണ്ണിമത്തൻ കൊണ്ട് 4 തരം ജ്യൂസാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ലോഡഡ് ഫ്രൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചെറുനാരങ്ങ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടീസ്പൂൺ വിനിഗർ, 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ടയുടെ പകുതി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം ചിക്കനിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 ചിക്കൻ്റെ ബ്രസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 4 വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാല് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് 500 ഗ്രാം ചെഡർ ചീസ് ചെറുതായി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ചേഡർ ചീസ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവല്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു പ്ലേറ്റിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ചിക്കന് വിതറി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ചേഡർ ചീസ് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ എരിവിന് വേണ്ടി ജലാപ്പീനോ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും പിന്നെ ഞാൻ കെച്ചപ്പും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ബത്ത വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബത്ത ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഫോർക്ക് യൂസ് ചെയ്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. എൻ്റെ ബത്തക്കയ്ക്ക് നല്ല മധുരമുള്ളത് കൊണ്ട് ഞാനിവിടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി വാട്ടർമെലൺ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ജ്യൂസ് മെഷീനിലേക്ക് ബത്ത മുറിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ജ്യൂസ് ഇനി അരിച്ചെടുക്കാം. വാട്ടർമെലൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വാട്ടർമെലൺ പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് വാട്ടർമെലനെ ചെറിയ പീസസായി മുറിച്ച് ജ്യൂസ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിഞ്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഹണി,
ഇനി ഇത് അരിച്ചെടുക്കാം. വാട്ടർമെലൺ പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. റിഫ്രഷിങ്ങും ഹെൽത്തി ആയൊരു ഡ്രിങ്കാണ് വാട്ടർമെലൺ പഞ്ച്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഹെൽത്തി ആയൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തത് വാട്ടർമെലൺ റോസ് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാട്ടർമെലൺ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണിത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. വാട്ടർമെലൺ റോസ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. എല്ലാവരും ലോഡഡ് ഫ്രൈസും പിന്നെ 4 തരത്തിലുള്ള വാട്ടർമെലൺ ജ്യൂസസും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിനെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.